ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഒരു വീഡിയോ എന്ന് വെച്ചാൽ വീട്ടിൽ കബോർഡ് വർക്കും പിന്നെ നമ്മൾ പാർക്കുന്ന വീട്ടിൽ എന്താ വർക്ക് എന്തെങ്കിലും ചെയ്തിട്ടുള്ള റിസ്ക് അറിയാമല്ലോ അല്ലേ. ഫുള്ളായിട്ട് പിന്നെ ക്ലീൻ ചെയ്തിട്ട് വേണ്ടി വരും. അപ്പോൾ എന്താ ഫസ്റ്റ് വീട് ഇപ്പോൾ കുടിയിരുന്നിട്ട് 2 വർഷമായിട്ടുണ്ട്. അന്നൊന്നും കബോർഡിന് പിന്നെ ഇതൊന്നും ഡോറൊന്നും വെക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ ഇതാണ് കബോർഡ് വെക്കുന്നത്. പക്ഷേ അതല്ല കേട്ടോ, ഷീറ്റിൻ്റെ കളർ അതല്ല, അതിന്മേൽ സ്റ്റിക്കറാണ് കേട്ടോ കാണുന്നത്. അതൊക്കെ ഫുള്ളായിട്ട് ക്ലീനിങ് കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാനത് കാണിക്കുന്നത്. ലാസ്റ്റിലാണ് ഇവിടെ എന്താ ഇതിൻ്റെ ഡിസൈൻസും പിന്നെ എല്ലാ വർക്കിൻ്റെതൊക്കെ കാണിക്കുന്നത്. അപ്പോൾ അവർ താഴത്തായിരുന്നു പണിയെടുത്തിരുന്നത്. അപ്പോൾ മുകളിൽ ഈ കമ്പിയൊക്കെ ആകെ ഉച്ച പിടിച്ച് ആകെ ചളി പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികളെ കൊണ്ട് അതൊന്ന് ക്ലീനാക്കി ചെയ്യണം കേട്ടോ. ശനി ഞായർ സ്കൂളില്ലാത്തതുകൊണ്ട് അപ്പോൾ അവർ അത് ക്ലീനാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മിന്നും മോനും അത് ക്ലീൻ ചെയ്യായിരുന്നു. ഷീസൂട്ടിയാണെങ്കിൽ കോട്ടൊക്കെ ഇട്ട് റെഡിയായി നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞോടെ തന്നെ ഷീസൂട്ടിൻ്റെ മുടി ആകെ കണ്ണൊക്കെ കുത്താൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വെട്ടി കൊടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ മെഷീൻ കൊണ്ടൊക്കെ ഇങ്ങനെയൊക്കെ ചെറുതായിട്ടൊക്കെ കട്ട് ചെയ്യും. പക്ഷേ ഞാൻ കരുതിയൊരു ഷേപ്പൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ അപ്പാച്ചി ആക്കണം എന്നാണ് വിചാരിച്ചതിന്. പക്ഷേ അപ്പാച്ചിക്ക് വെട്ടിയപ്പോഴേക്കും മിന്നു പറഞ്ഞു അങ്ങനെ വെട്ടണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ അപ്പാച്ചി വേണ്ടാന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരവിടെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരെ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞ് അടിപൊളിയായി ശരിക്കും ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ രണ്ടുപേരും. അപ്പോൾ കബോർഡ് വർക്കൊക്കെ കഴിഞ്ഞ് അവർ പോയിട്ടുണ്ട്. ഒരു 6 ദിവസത്തെ പണി ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. ബാക്കിയൊക്കെ അവർ സെറ്റ് ചെയ്ത് തന്നെ കൊടുക്കുന്നതുകൊണ്ട് 6 ദിവസമേ വീട്ടിൽ പണി ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് ഇനി പണി വീട് ഫുള്ളായിട്ട് മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ആകെ പൊടി പിടിച്ചിട്ടുണ്ടായിരുന്നു. ഒരു തുള്ളി പൊടി ഉണ്ടെങ്കിൽ മിന്നു തുമ്പാൻ തുടങ്ങും കേട്ടോ. പൊടി ഭയങ്കര അലർജിയാണ്. അപ്പോൾ കർട്ടനൊക്കെ ഊരി ഇനി ബെഡിൻ്റെ കവറൊക്കെ ഒന്ന് ഊരിയണം. ഒക്കെ ഒന്ന് വാഷ് ചെയ്തെടുക്കണം. ഇനി ജനലിലെ പൊടിയൊക്കെ ഒന്ന് തട്ടിയിട്ട് ജനലൊക്കെ ഒന്ന് തോർത്തിയെടുക്കണം. പക്ഷെ അതിൽ മാറാലകളും പൊടികളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആകെ പരന്ന് കിടക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്തിട്ട് ഞാൻ വീഡിയോ ലാസ്റ്റ് നല്ല സെറ്റപ്പിൽ കാണിച്ചു തരാം. സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ അത്ര വലിയ സെറ്റപ്പൊന്നും അല്ല കേട്ടോ. നമ്മളെ ഒരു സാധാരണ രീതിയിലുള്ള സെറ്റപ്പ്. അപ്പോൾ ഒരു റൂം കഴിഞ്ഞാൽ അടുത്ത റൂമിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ അവിടെയും കർട്ടൻസൊക്കെ ഊരിയിട്ട് മാറാലൊക്കെ തട്ടിയതിന് ശേഷം ഷീസോട്ടി ഉണ്ട് കേട്ടോ ഒപ്പത്തിനൊപ്പം. അപ്പോൾ ഇനി ഫാനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. ഫാനിലൊക്കെ പൊടി ഓടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫാനൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ക്ലീൻ ചെയ്യാറുണ്ട്. പക്ഷേ ഇപ്പോൾ ഇതിൻ്റെ പൊടി ആയതുകൊണ്ടാണ് കേട്ടോ അതുപോലെ ആയിട്ടുള്ളത്. ഫുള്ളായിട്ട് കസാരകളും മേശയൊക്കെ ഒന്ന് തുടച്ചെടുക്കണം.
ഇനി ഇത് എന്താ വെച്ചാൽ ഇത് ഞാൻ കബോർഡിൻ്റെ അടിയിൽ ഒരു തട്ട് ഫ്രീ ആയി കിടക്കുന്നുണ്ട് കേട്ടോ. അവിടെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിതിങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത്. ഫുള്ളായിട്ട് ഞാൻ സെറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. ഫുള്ളായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ കിച്ചണ് കണ്ടതിന് ബെഡ്റൂമുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. മുകളിലുള്ള പണിയൊക്കെ അവരുണ്ടായപ്പോൾ തന്നെ മുകളിലുള്ള ഫുള്ള് ക്ലീനിങ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർ പണിക്കാരുണ്ടായപ്പോൾ അവർ താഴെ പണിയെടുക്കാൻ കൊണ്ട് ഫുള്ള് മുകളിലുള്ളത് ഫസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വീഡിയോയിൽ പെടുത്തിയിട്ടില്ല. ഇനി കിച്ചണിൽ നമുക്ക് ഒക്കെ ഒന്ന് പൊടി തട്ടിയെടുക്കാം. ഇതൊക്കെ ഇപ്പോൾ അടുത്ത് പൊടി തട്ടി എടുത്തിട്ടുള്ളൂ കേട്ടോ. അതുകൊണ്ട് വലിയ പൊടിയൊന്നുമില്ല, എന്നാലും ഇതിൻ്റെതായിട്ട് ചെറുതായിട്ട് പാറിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കിച്ചണിൽ വൃത്തിയാക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് സാധനങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാണ്. അപ്പം നമ്മുടെ കിച്ചണിലെ വീടിനെ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാണ്. അപ്പോൾ ഇവിടെ കണ്ടോ ഞാനത് മാപ്പ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. മാപ്പല്ല, മാറ്റ്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ കുറച്ച് വലിപ്പ കൂടുതലല്ല, ഒരു വലിപ്പ കുറവുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കട്ട് ചെയ്തിട്ട് ഒന്ന് ശരിയാക്കി കൊടുക്കാം. ഇനി ഇതിൻ്റെ അടിയിലൊക്കെ ഇത് നീങ്ങി പോകുന്നതിന് എന്ത് ചെയ്യാന്ന് പറയാം, ഒരു ഡബിൾ സ്റ്റിക്കർ വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്താൽ മതിയാവും. ഞാൻ കാണിച്ചു തരാം അത്. അപ്പോൾ ഇത് 2 ഏരിയ ഉണ്ട് കേട്ടോ. ഒരു ഏരിയയിൽ തന്നെ അല്ല, മറ്റേ ഏരിയ ഞാൻ വെച്ചിട്ടുണ്ട്. ഇത് അടുത്ത ഏരിയയാണ്. അപ്പോൾ ഇവിടെ ഒന്ന് കട്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ചെറിയ പീസ് വെക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഈ ചെറിയ പീസുമൊക്കെ എന്തായാലും ഡബിൾ സ്റ്റിക്കർ ഒന്ന് വെച്ച് കൊടുക്കുക കേട്ടോ, എന്നാൽ പെട്ടെന്ന് നീങ്ങി പോരില്ല. ഇനി നമുക്ക് ജനലിൻ്റെ ഇവിടെ കിച്ചണിലുള്ള ജനലിൻ്റെ അവിടെ നോക്കണം. അത് കുറച്ച് ഞാൻ കട്ട് ചെയ്ത് കുറച്ച് വീതി കൂടി പോയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കട്ട് ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഒക്കെ ഒന്ന് സെറ്റ് ആക്കിയിട്ട് വേണം നിങ്ങൾക്ക് ഫുള്ളായിട്ടൊരു വീഡിയോ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇവിടെ മിന്നു ഡ്രസ്സൊക്കെ മടക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതിൻ്റെ കബോർഡിൻ്റെ ഉള്ളിലൊക്കെ പേപ്പറൊക്കെ വെച്ച് സെറ്റ് ചെയ്യാണ്. ഫുള്ളായിട്ട് പേപ്പറൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് തുണികൾ കുറച്ച് വെച്ചായിട്ട് ഇങ്ങനെ മടക്കി കൊടുന്ന് വെക്കാം. ഫുള്ളായിട്ട് മുകളിലുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചായിട്ട് ഇങ്ങനെ മടക്കി വെക്കായിരുന്നു. അപ്പോഴേക്കും ഞാൻ പുറത്ത് ചെടികളൊക്കെ ആകെ എന്തൊക്കെയോ മാതിരിയായിട്ടുണ്ട്. ഇതൊന്ന് കട്ട് ചെയ്തിട്ടൊക്കെ കുറേ കാലമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുംപാടെ ഈ ക്ലീനിങ് കൂടെ തന്നെ അതുംപാടെ ഒന്ന് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അതൊന്ന് കട്ട് ചെയ്ത് സെറ്റാക്കുന്നുണ്ട്.
അപ്പം നമ്മൾ ഫുള്ള് ക്ലീനിങ് കഴിഞ്ഞ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. അപ്പോൾ ഇങ്ങനെ പണിയൊക്കെ കഴിഞ്ഞ് എന്തോ ഒക്കെ ഒന്ന് ക്ലീനായി കഴിഞ്ഞപ്പോൾ എന്തോ ഒന്നുമില്ലാത്തൊരു സുഖം കേട്ടോ. ഇന്ന് കിടന്നുറങ്ങാൻ ഒരു വല്ലാത്ത ഫീലായിരിക്കും. ഇതുവരെ ഈ പൊടി കൂടെ ഒരു 5-6 ദിവസം ഒരു സുഖം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് നമ്മളത് എല്ലാം ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ കിടക്കുന്ന ബെഡ്റൂമാണ് കേട്ടോ ഇത്. ഇപ്പോൾ അവിടെ വരുന്ന അലമാര ഇതുപോലെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൽ ഒരു ഡോറ് ഒരു വലിപ്പവും അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കബോർഡിൻ്റെ വർക്കാരെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല വർക്കാണ് കേട്ടോ. എല്ലാം നല്ല ഉസാറായിട്ട് അവരെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ബെഡ്റൂമത്തെയാണ് കാണിച്ചത്. അപ്പോൾ താഴെ 3 ബെഡ്റൂമാണുള്ളത്. 3 ബെഡ്റൂമിലും പിന്നെ ഈ ടീ സ്റ്റാൻഡിൻ്റെ ഇവിടെ ഈ ഇതുമാണ് കേട്ടോ, ഈ ഏരിയ ആണ് ചെയ്തിട്ടുള്ളത്. പിന്നെ കിച്ചണിലുമാണ് ഇപ്പോൾ നമ്മൾ പിന്നെ ഡോറുകളൊക്കെ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇതൊക്കെ ആദ്യം തന്നെ ഫെറോ സിമെൻറ്റിൻ്റെ തട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാണ് കേട്ടോ അടുത്ത ബെഡ്റൂമിൽ ഇതുപോലെയാണ് ചെയ്തിട്ടുള്ളത്. ഇതിനാദ്യം തന്നെ ഫെറോ സിമെൻറ്റിൻ്റെ ഒരു പെട്ടി ഇവിടെ ഈ തലയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനിങ്ങനെ ഡോറ് സെറ്റ് ചെയ്തു. അങ്ങനെ ഉണ്ടോ ചെയ്തിട്ടുള്ള ഇതിലേക്ക് ഖുർആൻ അങ്ങനത്തെ ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു ഇത് ഉണ്ടാക്കിയതായിരുന്നു. അപ്പോൾ അതൊക്കെ അവർ നല്ല ഭംഗിയായി സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കബോർഡിൻ്റെ ഡിസൈൻ വരുന്നത് ഇതാണ് കേട്ടോ. നേരത്തെ സ്റ്റിക്കർ ആയതുകൊണ്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഫുള്ള് ക്ലീനിങ് കഴിഞ്ഞിട്ട് കാണിച്ചു തരാമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ പിന്നെ ഡിസൈനൊക്കെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും എങ്ങനെയുണ്ട് എന്നുള്ളത് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതാണ് അടുത്ത ബെഡ്റൂം വരുന്നത്. അപ്പോൾ ഇതിൻ്റെ എന്തൊക്കെ കൊടുത്തിട്ടുള്ളത് ഗോൾഡൻ കളറാണ് കൊടുത്തിട്ടുള്ളത്. നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ. ഗോൾഡൻ കളർ കൊടുത്തു കഴിഞ്ഞപ്പോൾ നല്ലൊരു ഭംഗിയുണ്ട്. അപ്പോൾ ഇനി ഹാളിൽ ഈ ഒരു കബോർഡ് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ പിന്നെ ഒന്നും ചെയ്തിട്ടില്ല. അടുത്തൊരു ബെഡ്റൂമാണ്. ഇനി കിച്ചണാണ് കേട്ടോ. അപ്പോൾ കിച്ചണിൽ ചെയ്തിട്ടുള്ളത് ഈ അടിഭാഗത്തുള്ള ഫുള്ള് ഈ റാക്കിൻ്റെ അടിയിലുള്ളത് ഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ കിച്ചണിലെ വിതൻ്റെ അടിയിലുള്ള വിറകിടുന്ന ഏരിയയും അതൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ വെറും വൈറ്റ് പിന്നെ ഗോൾഡൻ കളറും അങ്ങനെയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ നേരത്തെ ഇത് വിരിച്ചിട്ടുള്ളത് ഇതിൻ്റെ ചുവട്ടിലാണ് കേട്ടോ മാറ്റ് വിരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇവിടെ ഒരു ഇതുണ്ട്, അത് ഗ്ലാസ്സാണ് കൊടുത്തിട്ടുള്ളത്. ഗ്ലാസിൻ്റെ ഡോറാണ് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ നേരെ ഈ സൈഡിലും ഗ്ലാസിൻ്റെ ഡോറ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ നമ്മുടെ പിന്നെ മസാലപ്പൊടികൾ ഇതൊക്കെ ഉപ്പ് അങ്ങനത്തെ ഒക്കെ ഇടുന്ന ഒരു ചെറിയ കബോർഡ് ഉണ്ടല്ലോ, അതാണ് കേട്ടോ ഇത് വരുന്നത്. അവിടെ താഴെ ഗ്ലാസിൻ്റെ കൊടുത്തിട്ട് മുകളിൽ ഇതുപോലെ കൊടുത്തിട്ട് ഡോറ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് കേട്ടോ നമ്മുടെ വർക്ക്. അപ്പോൾ നമ്മുടെ കബോർഡും അലമാരയൊക്കെ ഇഷ്ടപ്പെട്ടവർ ഒന്ന് ലൈക്ക് ചെയ്യാൻ, എങ്ങനെയുണ്ട് എന്നുള്ളത് കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്.
ഇപ്പോൾ 2 ദിവസമാണ് കേട്ടോ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് വന്നിട്ടുള്ളത്.